ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇംഗ്ലീഷിന്റെ ഒന്നാം പാദവാർഷിക പരീക്ഷയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വായിച്ച് അതിന്റെ ആൻസറും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് പുതിയ പാറ്റേണിനനുസരിച്ചിട്ടുള്ള ചോദ്യ പേപ്പറാണ് പ്രാവശ്യം ഉണ്ടാവുക. അപ്പൊ പുതിയ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഒന്നാമത്തത് റീഡിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ. ആക്ടിവിറ്റി 1, റീഡിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ സ്റ്റോറി വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. രവി ലിവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദി ഹിൽസ്. രവി ഒരു ചെറിയ വില്ലേജിൽ ഹില്ലിന്റെ അടുത്ത് താമസിച്ചിരുന്നത്. എവരി മോർണിംഗ് ഹി വാക്ക് ടു സ്കൂൾ വിത്ത് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ ദിവസവും അവന്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ സ്കൂളിലേക്ക് പോകും. അവന്റെ കൂട്ടുകാരന്റെ പേര് അർജുനാണ്. വൺ റൈനി ഡേ, ഒരു മഴയുള്ള ദിവസം, വൈൽ ദേ വർ വാക്കിംഗ്, അവർ നടക്കുകയായിരുന്നു. ദേ സോ എ ബേബി ബേർഡ് ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട്. അവരൊരു ബേബി ബേർഡ് നിലത്ത് കിടക്കുന്ന കണ്ടു. ഇറ്റ് ഹാഡ് ഫാളൻ ഫ്രം ഇറ്റ്സ് നെസ്റ്റ്. അത് അതിന്റെ കൂട്ടുന്ന വീണതാണ്. രവി ജെന്റ്ലി പിക്ഡ് അപ്പ് ദി ബേർഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദി ഡ്രൈ ബോക്സ്. അതിനെ എടുത്തിട്ട് ഒരു ഡ്രൈ ബോക്സിലാക്കി. ആഫ്റ്റർ സ്കൂളിന് ശേഷം ദി ബോയ് ടുക്സ് ദി ബേർഡ് ടു എ വെറ്റ്. ഒരു സർജൻ, വെറ്റിനറി സർജൻ, അയാൾ അതായത് മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ദി വെറ്റ് സെഡ് ദി ബേർഡ് വാസ് ഫൈൻ ബട്ട് നീഡ് റെസ്റ്റ്. ബേർഡിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കണം. ഫോർ ദി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്, അടുത്ത ദിവസത്തിന് രവി ആൻഡ് അർജുൻ ടുക്ക് കെയർ ഓഫ് ദി ബേർഡ്. ബേർഡിന്റെ അതിന്റെ സംരക്ഷണം അവർ ഏറ്റെടുത്തു. വെൻ ഇറ്റ് വാസ് സ്ട്രോങ് ഇനഫ് ടു ഫ്ലൈ, അത് പറക്കാനായപ്പോൾ ദേ റിലീസ്ഡ് ഇറ്റ്സ് നിയർ ദ ട്രീ. ട്രീയുടെ അടുത്ത് വെച്ചിട്ട് അതിന് പറത്തി വിട്ടു. ഇറ്റ് ഹാഡ് ഫാളൻ ഫ്രം, അത് വീണ മരത്തിന്റെ അടുത്ത്. ദ ബേർഡ് ഫ്ലാപ്ഡ് ഇറ്റ്സ് വിങ് ആൻഡ് ഫ്ലൂ അവേ ഹാപ്പിലി, അത് സന്തോഷത്തോടെ പറന്നുപോയി. വേർ ഡിഡ് രവി ലിവ്? രവി എവിടെയാണ് താമസിച്ചിരുന്നത്? ഇൻ എ സിറ്റി നിയർ ദ സീ, ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദ ഹിൽസ്, ഇൻ ദി ഫോറസ്റ്റ്. എവിടെയായിരുന്നു? ഇൻ എ സ്മോൾ വില്ലേജ് എന്നല്ലേ, അപ്പൊ സി ആണ് ഉത്തരം വരിക. വാട്ട് ഡിഡ് രവി ആൻഡ് അർജുൻ ഫൈൻഡ് ഓൺ ദി റൈനി ഡേ? ആ മഴയുള്ള ദിവസം രവിയും അർജുനും കണ്ടത് എന്താണ്? എ കിറ്റൻ, എ ബേബി ബേർഡ്, എ ബ്രോക്കൺ എഗ്, എ പപ്പി. എ ബേബി ബേർഡ് അല്ലെ. 3, വാട്ട് ഡിഡ് രവി യൂസ് ടു കീപ് ദ ബേർഡ് സേഫ്? ബേർഡ് സേഫ് ആവാൻ വേണ്ടി രവി എന്താ ചെയ്തത്? എ ബാസ്കറ്റ്, എ ടവൽ, എ സ്കൂൾ ബാഗ്, എ ഡ്രൈ ബോക്സ്. എ ഡ്രൈ ബോക്സ് ആണ് വരാം. വേർ ഡിഡ് ദേ ടേക്ക് ദ ബേർഡ് ആഫ്റ്റർ സ്കൂൾ? അവർ അവർക്കാണ് സ്കൂളിൽ ശേഷം കൊണ്ടുപോയത്? ടു ദെയർ ഹോം, ടു ഫോറസ്റ്റ്, ടു വെറ്റ്, ടു ദെയർ ടീച്ചർ. ടു എ വെറ്റ് അല്ലെ, ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക്. വെറ്റ്, വെറ്റിനറി ഡോക്ടർ. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സെറ്റ് ഫ്രീ. സെറ്റ് ഫ്രീ എന്നർത്ഥമുള്ള, അതായത് സ്വതന്ത്രമായി എന്നർത്ഥമുള്ള, ഫ്രീ ആക്കി എന്നർത്ഥമുള്ള വാക്ക് ഏതാണ്? കെയർ, റിലീസ്ഡ്, ഫ്ലാപ്ഡ്, റെസ്ക്യൂ. റിലീസ്ഡ് അല്ലെ, അതിന് ഫ്രീ ആക്കി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ക്യാരക്ടർ സ്കെച്ച് ആണ്. ഹിയർ ആർ സം ട്രൈറ്റ്സ് ഓഫ് വില്യം കാംകോബാസ് ക്യാരക്ടർ. അതായത് വില്യം കാംകോബാസിന്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യം യൂസിങ് ദിസ് ഹിൻസ്. ഇവിടെ ഹിൻസ് ഉപയോഗിച്ചിട്ട് അവന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം. ഡിറ്റർമൈൻഡ്, ക്യൂരിയസ്, ഇൻവെന്റീവ്, നേച്ചർ ലവർ, ഹാർഡ് വർക്കിംഗ്, ബ്രേവ്, ഹെൽപ്പ് ഹിസ് ഫാമിലി ആൻഡ് വില്ലേജ് അല്ലെ. അപ്പൊ വില്യം വാസ് എ ഡിറ്റർമൈൻഡ്, ക്യൂരിയസ് ആൻഡ് ഇന്റൻറ്റീവ്, ഹാർഡ് വർക്കിംഗ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഒരു മോഡൽ നോക്കാം. വില്യം കാങ്ക്വാപ്പ. വില്യം കാങ്ക്വാപ്പ ഈസ് എ ക്യൂരിയസ് ബോയ് ഹു ലവ്സ് ടു ലേൺ ന്യൂ തിങ്സ്. ഈസ് ഹാർഡ് വർക്കിംഗ്. ആ വാക്കുകൾ അവിടെ ഉണ്ട് അല്ലെ. ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡിറ്റർമൈൻഡ്. നെവർ ഗിവിംഗ് അപ്പ് ഈവൻ വെൻ ഹി ഫേസസ് ഡിഫിക്കൽട്ടീസ്. വില്യം ഈസ് ബ്രേവ് ആൻഡ് ഇൻവെന്റീവ് as he built a windmill to help his family and village. He loves nature and finds way to use its power to solve problems. Windmill നിർമ്മിച്ച് അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്തു. William's actions show that he cares for his family and the people in his village. എന്റെ നാട്ടിലെ നാടുകാരെയും ഫാമിലിയെയും അവൻ കെയർ ചെയ്യുന്നില്ല. മേക്കിംഗ് ഹിം an inspiration to others. എല്ലാവർക്കും അവനൊരു ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ കോൺവെർസേഷൻ. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. കൂട്ടുകാരന്റെ കൂടെ ഈ ആഴ്ച അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. ഹൗ വിൽ യു പ്ലാൻ ഇറ്റ്? എങ്ങനെ പ്ലാൻ ചെയ്യും? റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യും? അപ്പോ യു പറയാണ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ ആഴ്ച എന്ത് ചെയ്യാം? ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? ഇപ്പൊ ഉറപ്പില്ല, നമുക്ക് എവിടെയെങ്കിലും
പോയാലോ അല്ലെങ്കിൽ ടൂർ പോയാലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ അല്ലെ. നമുക്ക് ഇവിടെ പോകാം, അവിടെ അത് കാണാം, ഇത് കാണാം. ഇവിടെ ഒരു മോഡൽ നോക്കൂ. ഹൈ, അപ്പൊ യെസ്, അപ്പൊ നീ പറയണം യു യെസ് ദാറ്റ് വുഡ് ബി എ ഫൺ സാറ്റർഡേ ഓർ സൺഡേ. ഓ, അത് നല്ല രസമായിരിക്കും. നമുക്ക് സാറ്റർഡേ വേണോ സൺഡേ വേണോ? ഫ്രണ്ട് പറയുന്നു സാറ്റർഡേ വർക്ക്സ് ബെറ്റർ ഫോർ മീ. എന്താണ്, ശനിയാഴ്ച എനിക്ക് പറ്റുള്ളൂ. വാട്ട് ഡു യു വാണ്ട് ടു, എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ എ മൂവി ആൻഡ് ദെൻ ലഞ്ച്. നമുക്കൊരു സിനിമയ്ക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കാം. ഫ്രണ്ട് വിച്ച് മൂവി? ഏത് മൂവി? ദേർ ഈസ് എ ന്യൂ ബ്ലോക്ക് ബസ്റ്റർ ഔട്ട്. പുതിയൊരു ബ്ലോക്ക് ബസ്റ്റർ വന്നിട്ടുണ്ടല്ലോ. ഫ്രണ്ട് ഓക്കെ ലെറ്റ്സ് ട്രൈ ദാറ്റ് ന്യൂ കഫേ ഡൗൺ ടൗൺ. നമുക്ക് കഫേ ഡൗൺ ടൗണിൽ പോവാം. ഓസം, ഐ ഹാവ് ടു വാക്ക് ടു മൈ പാരന്റ്സ്. ഐ ഹാവ് ടു ടോക്ക് മൈ പാരന്റ്. പാരന്റ്സിനോട് പറയണം. ഓക്കെ സീ യു സാറ്റർഡേ, ഐ എം എക്സൈറ്റഡ്. നമുക്ക് ശനിയാഴ്ച കാണാം എന്ന് പറയും. ഈ നാലാമത്തെ എഡിറ്റിംഗ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ സം എറർസ് ഇൻ ഇറ്റ്. എഡിറ്റ് ഇറ്റ്. ഇവിടെ എറർ ഉണ്ട്. Meteor was taken from her cage and gets a tour of the shuttle. He can see even the earth off in the distance. ഇതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് അല്ലേ? Meteor is taken from his cage and gets a tour of the shuttle. ഇതിൽ തെറ്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ Meteor was എന്നുള്ളത് ഈസ് എന്നാണ്. ഈസ് ടേക്കൺ ഫ്രം ഹിസ് എന്നാണ് ഇവിടെ വരുന്നത്. കേജ് ആൻഡ് ഗെറ്റ്സ് എ ടോർ എന്നല്ല, ടൂർ, TOUR ഓഫ് ദി ഷട്ടിൽ. ഹി ക്യാൻ ഈവൻ സീ എന്നാണ്. സി ഈവൻ എന്നല്ല, ഈവൻ സീ ദ എർത്ത് ഓഫ്. വേ ഓഫ് എന്നുള്ളത് OFF എന്ന് വരാം കേട്ടോ. അത്രയാണ് അതിൽ തെറ്റുള്ളത്. ഇനി ആക്ടിവിറ്റി 5 തോട്ട്സ്. കുഞ്ഞു ചിരുത ഹാസ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷീ മീറ്റ്സ് Mr. Prakash in the confectionery near her school. Prepare the thought of Kunju Chirida. What does Mr. Prakash look like? എങ്ങനെയിരിക്കും പ്രകാശ്? Who is the first person outside her family to speak her name correctly? എന്റെ പേര് ആദ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, ശരിയായി പറയാൻ വേണ്ടി അവൾ കാണുന്ന ആദ്യത്തെ ആൾ, അപ്പുറത്തുനിന്നുള്ള ആൾ ആരായിരിക്കും? വാട്ട് ത്രിൽസ് കുഞ്ഞുചിരി? കുഞ്ഞുചിരിക്ക് എന്ത് ത്രില്ലാണ് ഉണ്ടാവുക? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഈസ് മിസ്റ്റർ പ്രകാശ്? പ്രകാശ് ഏത് തരത്തിലുള്ള ആളാണ്? അപ്പോ ഇവിടെ നമ്മുടെ കുഞ്ഞുചിരിയുടെ തോട്ട്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ് ടു മീറ്റ് പ്രകാശ് അങ്കിൾ. പ്രകാശ് അങ്കിളിനെ കാണാൻ അവർക്ക് വളരെ സന്തോഷമാണ്. ഹി ലുക്സ് റിമാർക്കബിളി ലൈക്ക് എ മൈ ഓൺ അങ്കിൾ ഹാരിഷ്. എന്റെ എന്താണ് സ്വന്തം അങ്കിൾ ഹാരിഷിനെ പോലെ തന്നെയാണ്. He is almost as old as my മുത്തശ്ശൻ. മുത്തശ്ശന് പോലെ വയസ്സുണ്ട്. He is the first person outside my family to speak my name correctly. എന്റെ നെയിം ഇതുവരെ കറക്റ്റ് ആയിട്ട് പറയുന്ന ആദ്യത്തെ ആളാണ് ആര്? ഈ പറഞ്ഞ ആള് പ്രകാശ്. I am really thrilled to hear him talk in my mother tongue മലയാളം. എന്റെ മാതൃഭാഷയായ മലയാളത്തിൽ അവരോട് സംസാരിക്കാൻ എനിക്ക് ത്രില്ലായി. പ്രകാശ് അങ്കിൾ ഈസ് വെരി അഫെക്ഷനേറ്റ് ആൻഡ് ലവിങ്. പ്രകാശ് അങ്കിൾ നല്ല സ്നേഹമുള്ള ആളാണ്. ഇറ്റ് ഈസ് റിയലി ആൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്കതൊരു എക്സൈറ്റിംഗ് ആയ, തീർച്ചയായും സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ്, അനുഭവമാണ്. ഐ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷമായി. ഇറ്റ് ടച്ച് മൈ ഹേർട്ട് ആൻഡ് ഫീൽസ് മീ വിത്ത് ജോയ്. എനിക്ക് ആനന്ദമുണ്ടായി. ഓക്കെ. ഇനി ആറാമത്തത്. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദി പിക്ചർ ക്ലൂസ്. ഈ ചിത്രത്തിന്റെ പിക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊരു കഥ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു ചിത്രം, അതിന്റെ മുകളിലൊരു കുറുക്കൻ ആരായിരിക്കുന്നുണ്ട് അല്ലേ? അവിടെ പെട്ട് കിടക്കുമെന്നു. അങ്ങനെ ആളെ രക്ഷിക്കുകയാണ്. എങ്ങനെയാക്കും കഥ? ദ ക്യാറ്റ് റെസ്ക്യൂ. പൂച്ചയെ രക്ഷിക്കുന്നു. വൺ ഡേ 2 children were walking along the road. 2 കുട്ടികൾ നടക്കുകയായിരുന്നു. Then they heard a cat cry. ഒരു കാറ്റ് കരയുന്നത് കണ്ടു. They looked around and saw a small cat stuck on his high in tree. ഒരു ക്യാറ്റ് അവിടെ പെട്ടുകിടക്കാണ് മുകളിൽ. It looked scared and could not come down. അത് പേടിച്ചതിന് താഴേക്ക് വരാൻ പറ്റുന്ന. They tried to rescue the cat. അവർ ക്യാറ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. But couldn't. പക്ഷെ കഴിഞ്ഞില്ല. The children quickly called the fire station. വിളിച്ചു. Soon a fireman came with a ladder. He climbed the ladder carefully and rescued that cat. അയാൾ കയറിയിട്ട് റെസ്ക്യൂ മാൻ, ഫയർമാൻ എന്ത് ചെയ്തു? ആ പൂച്ചയെ രക്ഷിച്ചു എന്ന് നമുക്ക് കൊടുക്കാം.
ഇനി ആറാമത്തെ വേർഡ് പസിലാണ്. അതില് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് അല്ലെ, എക്രോസും ഉണ്ട് പിന്നെ ഡൗണും ഉണ്ട്. അപ്പൊ ഇതില് 1 എന്താണ് എങ്ങോട്ടാണ്, 2 എക്രോസ്. ഇവിടെ കൊടുക്കേണ്ട അതിന്റെ എക്രോസിൽ ചെയ്യേണ്ട കാര്യം, ദ നെയിം ഓഫ് ദി സ്മോളസ്റ്റ് മൗസ് ഈസ്, സ്മോളസ്റ്റ് മൗസിന്റെ പേര്. അപ്പൊ 2 ആണ് വരുന്നത്, മിത്തിയോർ അല്ലേ, മിത്തിയോർ. പിന്നെ അടുത്തത് the all 6 are taken to the special cage called mouse. മൗസ് എന്ന് വിളിക്കുന്ന സ്പെഷ്യൽ കേജ് ഏതാണ്, ഹോട്ടൽ അല്ലേ, ഹോട്ടൽ. ഇനി ഡാഷ് ഈ സെൻഡിങ് അലോങ് സം സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദി ഫ്ലൈറ്റ്, അതേതാണ് 5 നാസ അല്ലേ. ഇനി എ പേഴ്സൺ ട്രെയിൻ ടു ട്രാവൽ ഇൻ സ്പേസ്, സ്പേസിൽ നടക്കാൻ അല്ല ട്രാവൽ ചെയ്യാൻ പറ്റിയ ആളാരാണ്, അസ്ട്രോണോട്ട് അല്ലേ, 1 അസ്ട്രോണോട്ട്. അടുത്ത സ്ക്രീൻ ദാറ്റ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ തരുന്ന സ്ക്രീൻ ഏതാ പറയാ, 2 മോണിറ്റർ. ടു സ്റ്റാർട്ട് തുടങ്ങുക എന്നുള്ളതിന് 4 ലോഞ്ച്. ഓക്കെ, ഇത്രയാണ് 6ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പർ. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.